എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് SSL സർട്ടിഫിക്കറ്റ് എറർ സെലീനം യൂസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ടെസ്റ്റ് URL കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ഈ വെബ്സൈറ്റിന് വാലിഡ് ആയിട്ടുള്ള SSL സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഈ വെബ്സൈറ്റ് ഡിഫറെൻറ്റ് ബ്രൗസേഴ്സിൽ ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ ഈ URL ഓൾറെഡി ക്രോം ബ്രൗസറിലും മോസില്ല ഫയർഫോക്സിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇൻഫർമേഷൻ ആണ് ഡിസ്പ്ലേ ആകുന്നത്. യുവർ കണക്ഷൻ ഈസ് നോട്ട് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ യൂസർക്ക് ബ്രൗസർ കൊടുക്കുകയാണ്. അറ്റാക്കേഴ്സ് മൈറ്റ് ബി ട്രൈങ് ടു സ്റ്റീൽ യുവർ ഇൻഫർമേഷൻ ഫ്രം self-sign.bardssl.com ഫോർ എക്സാമ്പിൾ പാസ്വേഡ്സ്, മെസ്സേജസ് ഓർ ക്രെഡിറ്റ് കാർഡ്സ്. അതായത് ഇങ്ങനൊരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്ന ചില സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ പാസ്വേഡ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇതുപോലത്തെ വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അറ്റാക്കേഴ്സ് സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ക്രോം ബ്രൗസർ യൂസർക്ക് ഹെഡ്സപ്പ് ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ അഡ്രസ് ബാർ നോട്ട് സെക്യൂർ എന്നൊരു സെക്ഷൻ കാണാം. അവിടെ ടൂൾ ടിപ്പ് വ്യൂ സൈറ്റ് ഇൻഫർമേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് വാലിഡ്. ഇതേ URL തന്നെ ഞാൻ ഫയർഫോക്സിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻഫർമേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. വാണിംഗ്, പൊട്ടൻഷ്യൽ സെക്യൂരിറ്റി റിസ്ക് അഹെഡ്. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും നമ്മുടെ ഇൻഫർമേഷൻ ഹാക്കേഴ്സ് അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് സ്റ്റീൽ ചെയ്തുകൊണ്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് വെബ്സൈറ്റ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ക്രോമിലാണ് ഇങ്ങനത്തെ വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഫയർഫോക്സിലാണെങ്കിൽ ഇവിടെ ഒരു അഡ്വാൻസ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിനുശേഷം അക്സെപ്റ്റ് ദ റിസ്ക് ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. എഡ്ജിൻ്റെ കേസ് ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം ക്രോമും എഡ്ജും സെയിം ഇൻഫർമേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനത് കവർ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി SSL സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഞാനൊരു സ്മോൾ ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. An SSL certificate is a digital certificate that authenticates a website identity and enables an encrypted connection. SSL stands for Secure Sockets Layer, a security protocol that creates an encrypted link between a web browser and a web server. Companies and organizations need to add SSL certificate to their website to secure online transactions and keep customer information private and secure. In short, SSL keeps internet connection secure and prevents criminals from reading or modifying information transferred between two systems. When you see a padlock icon next to the URL in the address bar, that means SSL protects the website you are visiting. അപ്പോൾ ഇങ്ങനെ ഒരു SSL സർട്ടിഫിക്കറ്റ് ഒരു വെബ്സൈറ്റിനകത്ത് എന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സിന് നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. മറിച്ച് SSL ഇല്ലാത്ത ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സ് നമ്മുടെ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്തുകൊണ്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഇൻ ഷോർട്ട് എന്ന സെക്ഷനകത്ത് ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. വെൻ യു സി എ പാഡ്ലോക്ക് ഐക്കൺ നെക്സ്റ്റ് ടു ദ URL ഇൻ ദ അഡ്രസ് ബാർ, ദാറ്റ് മീൻസ് SSL പ്രൊട്ടക്ട്സ് ദ വെബ്സൈറ്റ് യു ആർ വിസിറ്റിംഗ്. അതായത് ഒരു ലോക്ക് ഐക്കൺ അഡ്രസ് ബാറിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വെബ്സൈറ്റിനകത്ത് SSL സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ github.comന്റെ ഈ വെബ്സൈറ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോക്ക് ഐക്കൺ കാണാം. ആ ലോക്ക് ഐക്കനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണക്ഷൻ ഈസ് സെക്യൂർ. അതുപോലെ ആ കണക്ഷൻ ഈസ് സെക്യൂർ എന്നുള്ള ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കേസിൽ ഇവിടെ നോട്ട് സെക്യൂർ എന്നായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് വാലിഡ് എന്നുള്ളത് യൂസർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് വാലിഡ് SSL സർട്ടിഫിക്കറ്റ് ഉള്ള വെബ്സൈറ്റും ഇല്ലാത്ത വെബ്സൈറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. അതുപോലെ ഫയർഫോക്സിൻ്റെ വിൻഡോയും ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ സെലീനം യൂസ് ചെയ്ത് SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു വെബ്സൈറ്റ് ആണ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെയിം ഇൻഫർമേഷൻ തന്നെ കാണിക്കും. അപ്പം അങ്ങനെയുള്ള കേസിൽ എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലീൻ ടെസ്റ്റിംഗ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ com.test എന്ന പാക്കേജിൻ്റെ അകത്ത്
ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ SSL സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ്, വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡ്, അതുപോലെ നമ്മുടെ ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാനുള്ള കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാം മാനുവലി നമ്മൾ ഈ URL ക്രോം ബ്രൗസറിൽ ലോഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കണ്ട സെയിം ഇൻഫോർമേഷൻ തന്നെയാണ് സെലീനിയം യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്തപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു സ്ക്രീൻ നമുക്ക് കവർ ചെയ്ത് അടുത്ത സ്ക്രീനിലേക്ക് പോകണം. അതായത് മാനുവലി നമ്മൾ അഡ്വാൻസ് എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്താണ് ഈ വെബ്സൈറ്റിലേക്ക് പോകുന്നത്. അതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലീനിയത്തിൽ ക്രോമിൻ്റെ കേസിൽ ക്രോം ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്യണം. ഫയർഫോക്സിൻ്റെ കേസിൽ ഫയർഫോക്സ് ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്യണം. അതുപോലെ എഡ്ജിൻ്റെ കേസിൽ എഡ്ജ് ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്യണം. അപ്പം ഈ 3 ക്ലാസ് യൂസ് ചെയ്തായിരിക്കണം നമുക്ക് ഈ 3 ബ്രൗസറിലും, അതായത് എഡ്ജിലും ഫയർഫോക്സിലും ക്രോമിലും വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഞാൻ എക്ലിപ്സ് IDEയിൽ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യണം. പബ്ലിക് സ്റ്റാറ്റിക് void handle SSL error in Chrome എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റിക് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ മെത്തേഡിൻ്റെ അകത്ത് ക്രോം ഓപ്ഷൻസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രോം ഓപ്ഷൻസ് ഈക്വൽ ടു ന്യൂ ക്രോം ഓപ്ഷൻസ്. ഈ വേരിയബിളിൻ്റെ പേര് ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഓപ്ഷൻസ് എന്നുള്ളത് മാറ്റി ക്രോം ഓപ്ഷൻസ് എന്നാക്കുവാണ്. ക്രോം. ഇനി ഈ ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്ത് ഒരു മെത്തേഡ് കോൾ ചെയ്യണം. ക്രോം ഓപ്ഷൻസ് ഡോട്ട് സെറ്റ് അക്സെപ്റ്റ് ഇൻസെക്യൂർ സെറ്റ്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതൊരു ബൂളിയൻ വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ വാല്യൂ ട്രൂ ആക്കി കൊടുക്കുവാണ്. അതിനുശേഷം ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ എന്ന് ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം ക്രോം ഓപ്ഷൻസ് എന്നുള്ള ഒബ്ജക്റ്റ് ഇവിടെ പാസ് ചെയ്യുന്നു. ഈ വെബ് ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ഗ്ലോബലി സ്റ്റാറ്റിക് ആയിട്ടുള്ള വെബ് ഡ്രൈവറിൻ്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ഈ മെത്തേഡ് ഞാൻ മെയിൻ മെത്തേഡിൽ കോൾ ചെയ്യാൻ പോവാണ്. ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഇത്തവണ നമ്മൾ ഡയറക്റ്റ് ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യും. നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് ആക്സസ് ചെയ്തിരിക്കുന്നത്. മാനുവലി നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്തോ അത് നമ്മൾ സെലീനിയം യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് ആക്സസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യുകയാണ്. ഇതുപോലെ എഡ്ജിന് വേണ്ടിയും ഫയർഫോക്സിന് വേണ്ടിയും ഞാൻ 2 സെപ്പറേറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ക്രോം എന്നുള്ളത് മാറ്റി ഞാൻ ഫയർഫോക്സ് ആക്കുന്നു. ക്രോം ഓപ്ഷൻസ് മാറ്റി ഫയർഫോക്സ് ഓപ്ഷൻസ് ആക്കുന്നു. ഈ ഒബ്ജക്റ്റ് റെഫറൻസിന്റെ പേര് മാറ്റുന്നു, ഫയർഫോക്സ് ഓപ്ഷൻസ് മാറ്റുന്നു.
ഇവിടെ ആ ഒബ്ജക്റ്റ് റെഫറൻസ് പാസ് ചെയ്യുന്നു. ക്രോം ഡ്രൈവർ എന്നുള്ളത് മാറ്റി ഫയർഫോക്സ് ഡ്രൈവർ എന്നാക്കുന്നു. ഇനി ഇവിടെ ഹാൻഡിൽ SSL എറർ ഇൻ ക്രോം എന്നുള്ളത് മാറ്റി ഇത് എഡ്ജ് ആക്കി മാറ്റുന്നു. 3 ബ്രൗസറിൻ്റെ കേസ് നമ്മളിവിടെ കവർ ചെയ്യുവാണ്. ഇവിടെ ക്രോം ഓപ്ഷൻസ് എന്നുള്ളത് മാറ്റി എഡ്ജ് ഓപ്ഷൻസ് ആക്കുന്നു. ഒബ്ജക്റ്റ് റെഫറൻസിൻ്റെ പേര് എഡ്ജ് ഓപ്ഷൻസ് എന്നാക്കുന്നു. അതുപോലെ ഇവിടെ ക്രോം ഓപ്ഷൻസ് എന്നുള്ളത് എഡ്ജ് ഓപ്ഷൻസ് എന്നാക്കുന്നു. ഈ ഒബ്ജക്റ്റ് റെഫറൻസ് ഇവിടെ റീയൂസ് ചെയ്യുന്നു. ഇവിടെ അത് പാസ് ചെയ്യുന്നു. ക്രോം ഡ്രൈവർ എന്നുള്ളത് മാറ്റി എഡ്ജ് ഡ്രൈവർ ആക്കുന്നു. ഇനി എല്ലാം കറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി Ctrl+Shift+O എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. എറർ എല്ലാം പോയി. ഇപ്പം നമ്മൾ ക്രോമിൽ ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ അത് കമൻറ്റ് ചെയ്തിട്ട് ഹാൻഡിൽ SSL എറർ ഇൻ ഫയർഫോക്സ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. ജാവ ക്ലാസ് റൺ ചെയ്യുന്നു. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഫയർഫോക്സിൽ ആ വെബ്സൈറ്റ് നമുക്ക് ലോഡ് ചെയ്യാൻ സാധിച്ചു. മാനുവലി നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പാണ് ഇവിടെ സെലീനിയം യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എഡ്ജിലും കൂടെ നോക്കാം. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് ഒന്നുകൂടെ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. എഡ്ജിലും SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആ വെബ്സൈറ്റ് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഇങ്ങനെയാണ് 3 ബ്രൗസറിലും SSL സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വെബ്സൈറ്റ് കറസ്പോണ്ടിങ് ഓപ്ഷൻസ് ക്ലാസ്, അതായത് ക്രോമിൻ്റെ കേസിൽ ക്രോം ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്തു, ഫയർഫോക്സിൻ്റെ കേസിൽ ഫയർഫോക്സ് ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്തു, എഡ്ജിൻ്റെ കേസിൽ എഡ്ജ് ഓപ്ഷൻസ് എന്ന ക്ലാസ് യൂസ് ചെയ്തു. കോൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ട്രൂ എന്നുള്ള വാല്യൂ പാസ് ചെയ്യുക, എന്നിട്ട് ആ ഒബ്ജക്റ്റ് റെഫറൻസ് കറസ്പോണ്ടിങ് ഡ്രൈവറിൻ്റെ കൂടെ പാസ് ചെയ്യുക. ഈ കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ SSL സർട്ടിഫിക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അതുപോലെ ഈ URL നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSL സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. എന്താണ് SSL സർട്ടിഫിക്കറ്റിന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ബ്ലോഗിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ടെസ്റ്റ് URL ഈ ഗിറ്റ്ഹബിൻ്റെ URL ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.